ആണ് ആ ഭട്ടേരിപ്പാടിനെ ഇങ്ങനെ നോക്കുമ്പോൾ വീണ്ടും ഉള്ളിൽ ആ അഹങ്കാരത്തിൻ്റെ ഒരു കണികയും കൂടിയുണ്ട്. ആ അഹങ്കാരത്തിൻ്റെ ഒരു കണിക സാധാരണക്കാരുടെ അടുത്ത ചെയ്തെച്ചാൽ അത് വർദ്ധിച്ച് 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 ആ ഭക്തന് നാശത്തിന് കാരണമായിട്ട് തീരും. പക്ഷേ ഭക്തൻ്റെ അടുത്താണ് ഒരു അഹങ്കാരം കാണിച്ചെച്ചാൽ ആ ഭക്തൻ നാമം ജപിക്കുകയുള്ളൂ. ആ ഭക്തൻ എങ്ങനെയാ നമ്മളോട് ഒരു അഹങ്കാരം കാണിച്ചാൽ അറിവില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിവില്ലാത്തത് അവർക്ക് അറിവില്ലാത്തതെന്ന് വിചാരിക്കില്ല. എൻ്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ ഞാൻ അദ്ദേഹത്തിനോട് അങ്ങനെ പറയേണ്ടി വന്നേ. അദ്ദേഹത്തിൻ്റെ ആ മനസ്സിന് വിഷമമൊന്നും ഉണ്ടാവില്ലെങ്കിൽ അവർക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയാണ് ഭക്തൻ. അതുകൊണ്ട് തന്നെയാണ് ആ അഹങ്കാരത്തിനെ പൂന്താനത്തിൻ്റെ അടുത്തേക്ക് പൂന്താനം മുത്തശ്ശൻ ചെന്നിട്ട് ജ്ഞാനപ്പാനെ കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് വായിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഭാഷാ ശ്ലോകമല്ലേ, സംസ്കൃതമൊന്നും അല്ലല്ലോ, വേറെ ആരോടെങ്കിലും ചോദിച്ചോളൂ എന്നിങ്ങനെ നിസ്സാരമായിട്ട് പറഞ്ഞ കാരണം ഞാൻ അറിവുള്ളവനാണ്, സംസ്കൃത പണ്ഡിതനാണെന്നുള്ളൊരു ഭാവം ഉള്ളിലുണ്ടായിരുന്നു. അതും കൂടി നീങ്ങിയാൽ മാത്രമാണ് പൂർണ്ണമായിട്ടും ആ സമർപ്പണം ആവുള്ളൂ നാരായണീയത്തിൻ്റെ. അപ്പം അതുകൊണ്ട് അല്പം ബാക്കി ഉള്ളിലുണ്ടായതും കൂടി ഭഗവാൻ തന്നെ ഒരു നിമിത്തമാക്കിയിട്ട് അത് മാറ്റി തരികയാണ്. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ പൂന്താനം മുത്തശ്ശൻ എന്ത് ചെയ്തു? അത് വേഗം ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. തൻ്റെ ഉള്ളിൽ തോന്നിയ സങ്കടവും ആ കീർത്തനം എല്ലാം കൂടി ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. ഗുരുവായൂരപ്പന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ അത് ഏറ്റെടുത്തു. ആ ഭട്ടേരിപ്പാടിനോട് ചെന്നിട്ട് പറഞ്ഞത് എന്താ? പൂന്താനത്തിൻ്റെ ഈ വിഭക്തി, നമ്മളൊക്കെ വിചാരിക്കുക വിഭക്തി എന്ന് പറയുമ്പോൾ വിഭക്തി ഇല്ലാത്ത അവസ്ഥയാണ്. ഭക്തനല്ലായിരുന്നുവെങ്കിൽ ഭട്ടേരിപ്പാടിന് ഇത്ര മനോഹരമായിട്ട് നാരായണീയം എഴുതാൻ സാധിക്കില്ല. ഭഗവാന് പ്രത്യക്ഷത്തിൽ എഴുതി 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 അവസാനം അഗ്രേ പശ്യാമി എന്ന് പറഞ്ഞ് ഭഗവാനെ കാണാൻ സാധിക്കില്ല. അപ്പം അത്രയും ഭക്തനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് സാധിച്ചത്. പക്ഷെ അദ്ദേഹത്തിൽ ഞാൻ സംസ്കൃത പണ്ഡിതനാണ് എന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയണത് ഭക്തൻ്റെ ഭക്തിയേക്കാളും വലുതല്ല എനിക്ക് നിന്റെ സംസ്കൃതം വിഭക്തി കൊണ്ടല്ല ഞാൻ സന്തോഷിച്ചത്. ഇത്രയും മനോഹരമായിട്ട് സംസ്കൃതത്തിൽ ഈ കവി എഴുതിയില്ലേ, അതുകൊണ്ടല്ല ഞാൻ സന്തോഷിച്ചത്, അതിൽ നിറഞ്ഞ ഭക്തി കൊണ്ടാണ് സന്തോഷിച്ചത്.